വെരി ഗുഡ്. യൂട്യൂബർ മണവാളൻ അറസ്റ്റിൽ. 2 വിദ്യാർത്ഥികളെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അതിന്റെ പേരിലാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 10-15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. മണവാളന്റെ പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും മണവാളന്റെ പേരിൽ ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഈ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി കഴിഞ്ഞിട്ടും മണവാളൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു കൂസലുമില്ലാതെ സ്റ്റോറി ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാനിവിടെ വായിച്ചു തരാം. മണവാളനെ കണ്ടവരുണ്ടോ? A coin have 2 sides. I will show you the other side. Explanation video loading. ഈ ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറയുന്ന സാധനം ഇറക്കിയിട്ടും പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായിരുന്നു. അത് മാത്രമല്ല, ഏകദേശം 10 മാസം അങ്ങോട്ടായ ഒരു കേസാണ്. അപ്പോൾ 10 മാസമായിട്ടും മണവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അന്ന് എല്ലാവരും വീഡിയോയ്ക്കകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കൊലപാതക ശ്രമമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? അതല്ലേ അതിൻ്റെ ആ ഒരു രീതി. എന്തായാലും മണവാളിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വാർത്തയൊന്ന് കാണാം. വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ പോലീസ് പിടിയിൽ. 10 മാസമായി ഒളിവിലായിരുന്നു. പ്രതിയെ കൊടകരയിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് പിടികൂടിയത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി അഫ്സാന ഫസലാണ് ചേരുന്നത്. അഫ്സാന, യൂട്യൂബിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? വിവരങ്ങൾ എങ്ങനെ? അമീന, കഴിഞ്ഞ ഏപ്രിൽ 19 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് യൂട്യൂബർ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ എരനല്ലൂർ സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും ചേർന്ന് വിദ്യാർത്ഥികളെ മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു. ഇതിനിടെ കോളേജ് വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പിന്തുടർന്ന് മണവാളനും സംഘവും പിന്തുടർന്ന് പുറകെ ചെന്നിടിക്കുകയായിരുന്നു. മണവാളനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി. 10 മാസമായി മണവാളൻ എന്ന് പറയുന്ന ഒളിവിലായിരുന്നു. പോലീസ് കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും പിടികൂടാനായില്ല. ഇതിപ്പോൾ തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് ഷാഡോ പോലീസാണ് കൊടകിൽ നിന്നും മണവാളൻ. ഓക്കെ, അപ്പം ഇതായിരുന്നു സംഭവം. തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിലെങ്ങാണ്ട് അടി നടന്നതാണ്. ഈ 2 ഗ്യാങ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അടിയോ വഴക്കങ്ങാണ്ട് നടന്ന് ആ സമയത്ത് ഈ പറയുന്ന 2 പേരെ കണ്ട് ബൈക്കിൽ രക്ഷപ്പെടാനങ്ങാണ്ട് പോയ സമയത്തങ്ങാണ്ട് ഇവർ ചേസ് ചെയ്ത് പുറകെ പോയി വണ്ടി ഇടിച്ച് കൊല്ലാനായിട്ടൊക്കെ നോക്കി. അങ്ങനെയുള്ള സംഭവമാണ്. എന്തായാലും ഇതിന്റെ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. മണവാളന്റെ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയതിന് ശേഷം ഇനി വീഡിയോ ഇടുമായിരിക്കും. നിലവിലിപ്പം റിമാൻഡിലാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണവാളന്റെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ കണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ നേരത്തെ പുള്ളിക്കാരൻ യാതൊരുവിധ കൂസലും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം പല കേസുകളും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും. മെനഞ്ഞാന്ന് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അമ്മയെ കൊന്നതിന് ശേഷം ഒരുത്തൻ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ചുംബനം കൊടുക്കുന്നത്, അവൻ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സംഭവം സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞിട്ട് മീഡിയാസിന്റെ മുഖത്ത് നോക്കി ചിരിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. എന്തായാലും മണവാളിന്റെ ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കോടതിയിൽ കേസ് ആയിട്ടുണ്ട്. എന്തായാലും കോടതി തീരുമാനിക്കട്ടെ ഇനിയിപ്പം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും മണവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് മണവാളൻ സ്റ്റേഷനിലിരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം. എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്, എന്തിനാണ് ഈ കൊടകിൽ എന്ന് കണ്ട് പറയുന്ന ഒരു സ്ഥലത്തും കണ്ടോ, കർണാടകയിൽ, അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്, എന്തിനാണ് അവിടെ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. കോമഡി തന്നെ, അത് കാണാം. കർണാടക കുടകിൽ അല്ല, അങ്ങനെ തന്നെ കൊടുത്തിരുന്നു. എന്താണ് കുടകിൽ പോയത്? വെരി ഗുഡ്. പുള്ളിക്കാരൻ ട്രിപ്പ് പോയത് അവിടെ നല്ല ക്ലൈമറ്റ് ആണ് എന്നൊക്കെയാണ് പറയണത്. 10 മാസമായി ഈ ഒരു കേസ് നടന്നിട്ട്, എന്നിട്ടും ഇത്രയും ലേറ്റായി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ. കേരള പോലീസിനെ സംബന്ധിച്ച് നിഷ്പ്രയാസമായിട്ട് മണവാളിനെ പൊക്കാന്നേ ഉള്ളൂ. കാര്യം ഇൻസ്റ്റഗ്രാമിൽ സജീവമായിട്ടിരുന്നതാണ് ആ വ്യക്തി. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും, കേസ് ഇതുപോലെ ഇത് വാർത്തയിൽ വന്നിട്ടാണ് നമ്മൾ പലരും ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് പോലും അറിയുന്നത്. എന്തായാലും ആ ഒരു സംഭവം നടന്ന സമയത്ത്, അതായത് മണവാളിന്റെ ഈ ഒരു കേസിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ നമ്മുടെ പബ്ലിക് കേരളയിലെ കാദർ കരിപ്പുടി പോലീസുകാരെ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു കേസ് എന്ന്. അന്ന് പോലീസുകാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓഡിയോ ഉണ്ട്. അതെന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. സമയത്ത് മദ്യപിച്ച് കൂടുതൽ വിഷയം ഉണ്ടായതിന്റെ പേരില് ഇവര് ആ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുണ്ടായി. അപ്പൊ അവരെ പിന്തുടർന്ന ഒരു വണ്ടി എടുത്ത് പോയി ഇടിച്ച് അവരെ
ഉണ്ടായ സംഭവമാണ്. അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചു എന്നാണോ, ഈ യൂട്യൂബർ മദ്യപിച്ചു എന്നാണ് അല്ലേ? അല്ല, യൂട്യൂബർ പൂരം കാണാനായിട്ട് സുഹൃത്തുക്കൾ പോകുന്നതാണ്. ആ, അപ്പുറത്ത് വേറെ ടീമുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു, വേറെ തൃശ്ശൂർ പൂരമാണല്ലോ. ആ, തൃശ്ശൂർ പൂരം. ആ, അപ്പൊ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ വെറുതെ വർത്തനം പറയില്ല ഇങ്ങനെ. ആ, ആ, ആ. ഇയാളുടെ വലിയ കൂടുതൽ ആൾക്കാരുകളും മറ്റു ടീം ആൾക്കാരുകളായിട്ട് സ്പർദ്ധയായി. ആ, ആ. ഇത് ഓപ്പോസിറ്റ് അപ്പൊ ഈ യൂട്യൂബറുടെ കയ്യിൽ വാഹനം ഉണ്ടായിരുന്നു, ഒരു XUV വാഹനം ഉണ്ടായിരുന്നു. ആ, ആ. അപ്പൊ ആ വാഹനം എടുത്തിട്ട് മറ്റേ ബൈക്ക് മറ്റേ തല്ലിട്ട് ബൈക്ക് പോയപ്പോ പിന്തുടർന്നൊരു XUV കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത് മറ്റൊരു വാഹനം ഇടിച്ച് അത് കാര്യമേ പറ്റുപോയി. ഓക്കെ, ഓക്കെ, ഓക്കെ. അതായത് ഇപ്പൊ ഇവരെ ഈ പറയുന്ന യൂട്യൂബറുടെ വാഹനത്തിലേക്ക് ഈ ഓപ്പോസിറ്റ് ടീം ഇടിച്ചായിരുന്നോ? ഇല്ല, മറ്റൊരു ബൈക്കുമായിരുന്നു. ബൈക്ക് മേർ. അതായത് അതിന് മുൻപ് ഇവരായിട്ട് പ്രശ്നം ഉണ്ടായി അല്ലേ? ബൈക്ക് ഇടിച്ചു വീഴ്ത്തിട്ടാ, വേറെ വലിയ ഇതില്ല, അത്ര ഉള്ളോട്ടാ. ഇറക്കാൻ കാരണം ഇയാള് വരാത്തതുകൊണ്ടാണോ വിളിച്ചിട്ട്? സംഭവം ഇതാണ്. എന്തായാലും വണ്ടി ഓടിച്ചത് മണവാളനാണ് എന്നുള്ള രീതിയിലാണ് പറയണത്. വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ അടി നടന്ന വിഷയം തന്നെയാണ്. വണ്ടി ഇടിച്ച് വീഴ്ത്തി, അവർക്ക് അതിനകത്ത് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും യൂട്യൂബേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മീഡിയാസാർ ഭയങ്കരമായിട്ട് എടുത്ത് കൊട്ടിഘോഷിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വിടത്തില്ല. അവർ മാക്സിമം അവർ ഇതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും. അവർ ഭയങ്കര ഡെഡിക്കേഷൻ പ്രത്യേകിച്ച് കൊടുക്കും യൂട്യൂബേഴ്സിന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. എന്തായാലും മണവാളിന്റെ പേരിൽ വധശ്രമത്തിനൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കാര്യം കുറേ വകുപ്പുകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും അളിയൻ ഈ അടുത്തങ്ങ് പുറത്തിറങ്ങാനായിട്ട് ഒരു ചാൻസും എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് 24 ന്യൂസിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും അതും കൂടെ ഒന്ന് കാണാം. പ്രജിൻ, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വെസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 14 ദിവസത്തേക്ക് യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. 2024 ഏപ്രിൽ 19 കേസിന് ആസ്പദമായ സംഭവം. അതായത് കേരളവർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇവരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ മണവാളനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും. ഈ കേസിൽ നേരത്തെ നിരവധി പേർ, ഈ മറ്റു പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായെങ്കിൽ പോലും ഈ ഏപ്രിൽ 19 നടന്ന കേസിൽ യൂട്യൂബറായ മണവാളിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കുടകിൽ നിന്ന് ഇന്നലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് രാവിലെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷേ മണവാളം മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിക്കുന്ന ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ജാമ്യമൊന്നും പിന്നെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളൊന്നും കഴിവതും ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. കാര്യം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് ആൾക്കാർ. മേ ബി ഇപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടി നിന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ട് അടി ഉണ്ടായതായിരിക്കാം. അപ്പം എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിന് അങ്ങനെ ഒന്നും പോകാതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തെണ്ടിത്തരമാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിപ്പം പോലീസിന്റെ FIR ഉൾപ്പെടെ അങ്ങനെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് കൊടുത്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികളാണ്. എന്തായാലും ഇപ്പോൾ കേസിനപ്പോൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സും ഉണ്ട്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സും നല്ല സപ്പോർട്ടും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ വേറൊരാളുണ്ടല്ലോ, BJ മച്ചാൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസ് വന്നതിന് ശേഷം ഇപ്പം നിരന്തരം ആൾക്കാർ ഓടി നടന്ന് തെറി വിളിക്കുക. ഒരു ഫോട്ടോ പോലും ഇടാൻ പറ്റത്തില്ല. കാര്യം അത് വേറൊരു കാര്യമുണ്ട്, അത് പോക്സോ കേസാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കാരണവശാലും ഒരു ന്യായീകരണം ആൾക്കാർ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് വന്നത് തന്നെയാണ്. പിന്നെ അത് തന്നെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ആൾക്കാർ നിരന്തരമായിട്ട് വന്ന് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.